Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കമാൻഡ് പാനലിനെ കുറിച്ചിട്ടാണ്. കമാൻഡ് പാനൽ ഈ റൈറ്റ് സൈഡ് കാണുന്ന ഈ റെക്ടാങ്കിൾ ബോക്സ് ആണ്. അഥവാ കമാൻഡ് പാനൽ ബോക്സ് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഈ പ്ലെയിനിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമാൻഡ് പാനൽ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ കമാൻഡ് പാനൽ ഇല്ല. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കമാൻഡ് പാനൽ ടിക്ക് ഓൺ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമൈസിൽ പോവുക, ഷോ യു ഐയിൽ കമാൻഡ് പാനൽ ജസ്റ്റ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ഈ കമാൻഡ് പാനൽ ആദ്യം കാണുന്ന ഈ പ്ലസ് ഐക്കണാണ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ജോമെട്രിക് ഷേപ്പ്, ബോക്സ്, കോണ്, സ്പിയർ, സ്പ്ലൈന് അങ്ങനെ എന്തെങ്കിലും ഷേപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പ്ലസ് ഐക്കണാണ് യൂസ് ചെയ്യുക. അതിന് തൊട്ട് റൈറ്റ് സൈഡിലുള്ള ഇതാണ് മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോക്സ് അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. നമ്മളിവിടെ ഓരോ ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, സെലക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണിക്കാത്തത്. പിന്നെ ബോക്സിന് താഴെ ഈ പ്ലസിന് താഴെ നമുക്ക് ഈ ഓപ്ഷൻ കാണാം, ജോമെട്രി ഷേപ്പിൽ ഡീഫൾട്ട് ആയിട്ട് കിടക്കുന്നത് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ് ആണ്. സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ് അല്ലാണ്ട് മെനി ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. എക്സ്റ്റൻഡഡ് പ്രിമിറ്റീവ്സ്, കോമ്പൗണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് അവിടെ ഉണ്ട്. നമുക്കതിൽ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ ബോക്സ്, കോണ്, സ്പിയർ, ജിയോസ്പിയർ, സിലിണ്ടർ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. അതല്ലാണ്ട് സ്പ്ലൈൻ ആയിട്ടുള്ള ഷേപ്പുകളാണ് നമുക്ക് വരയ്ക്കേണ്ടെങ്കിൽ സ്പ്ലൈൻ ഷേപ്പുകൾ, ലൈന്, റെക്ടാങ്കിൾ അതൊക്കെ വരയ്ക്കണമെങ്കിൽ ഈ ഓപ്ഷൻ. പിന്നെ ലൈറ്റ്, ക്യാമറ അതൊക്കെയാണ് ആ ഓപ്ഷൻസ് തൊട്ടപ്പുറത്തുള്ളത് കാണുന്നത്. ഇനി സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവിൽ നമുക്കൊരു ബോക്സ് ആണ് വരയ്ക്കുന്നതെങ്കിൽ ജസ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ വരയ്ക്കുന്നതിൻ്റെ നെയിം ആൻഡ് കളർ, അതായത് ബോക്സിൻ്റെ കളറാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ക്രിയേഷൻ മെത്തേഡ്, ഓരോ ഒബ്ജക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തതിനനുസരിച്ച് ക്രിയേഷൻ മെത്തേഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ 2 മെത്തേഡുകളാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ ഡീഫൾട്ട് മെത്തേഡ് ബോക്സ് ആണ്. നിങ്ങൾക്ക് അത് മാറ്റണമെങ്കിൽ ജസ്റ്റ് ക്യൂബ് മെത്തേഡ് വെച്ചും ചെയ്യാം. ബോക്സ് മെത്തേഡ് ആണെങ്കിൽ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് ഇതൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് ഡിഫറെൻ്റ് വാല്യൂ ആയിരിക്കും. ക്യൂബ് ആണെങ്കിൽ 3 സൈഡും ഈക്വൽ ആയിരിക്കും. അതാണ് ആ മെത്തേഡിൻ്റെ വ്യത്യാസം. പിന്നെ കീബോർഡ് എൻട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് വരേണ്ട ക്യൂബിൻ്റെ ഇൻഫർമേഷൻ അറിയുകയാണെങ്കിൽ ഓൾറെഡി ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് വേണ്ടത് അതൊക്കെ ഓൾറെഡി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിനനുസരിച്ച് ഓർഡർ ക്രിയേറ്റ് ആവും. അതല്ല വേണ്ടെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. പാരാമീറ്റേഴ്സിൽ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും മാറും. അതിനനുസരിച്ച് നമുക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ബോക്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബോക്സ് മെത്തേഡിൽ ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ കണ്ട ലെങ്ത്ത്, വിഡ്ത്താണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കണ്ട ലെങ്ത്ത്, വിഡ്ത്ത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം മൗസ് ഡ്രാഗ് ചെയ്തു, കോർണർ പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇനി ഹൈറ്റ് ആണ് മാറുന്നത്. ഇപ്പോൾ കണ്ട ഹൈറ്റ് മാറുന്നു. ഇങ്ങനെയാണ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ബോക്സ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, തോന്നിയ പോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് മാറ്റണമെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഒബ്ജക്റ്റ് സെലക്റ്റഡ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് സെലക്റ്റഡ് അല്ലെങ്കിൽ എസ്കേപ്പ് അടിക്കുക. ഒബ്ജക്റ്റ് സെലക്ട് അല്ല. അപ്പോൾ ഞാൻ മോഡിഫൈ ടൂൾ എടുത്തു. മോഡിഫൈ ടൂളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ മോഡിഫൈ ടൂളിൽ ബോക്സ് വന്നത് കാണാം. ഇനി നമുക്ക് ലെങ്ത് മാറ്റണമെങ്കിൽ ഈ ആരോ കീ ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ സ്പീഡിൽ മാറുന്നത് കാണാം, ബോട്ടത്തിലേക്കും വരുമ്പോൾ മെല്ലെ മാറുന്നത് കാണാം. അല്ലെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 50 എന്നാണ് വേണ്ടെങ്കിൽ 50 അടിച്ചു കൊടുക്കാം. അങ്ങനെ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് ഒക്കെ നമുക്ക് മാറ്റാം. ഈ ലെങ്ത് സെഗ്മെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇതേപോലെ ആരോ കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഈ ആരോ സെഗ്മെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും ലെഫ്റ്റ് വ്യൂവിലും സെഗ്മെന്റ്സ് വന്ന് കാണാം. നമ്മുടെ പെർസ്പെക്റ്റീവ് വ്യൂവിൽ ഡീഫൾട്ട് ആയിട്ട് നമുക്ക് ഡീഫൾട്ട് ഷെയ്ഡിംഗ് എന്നാണ് കൊടുക്കുന്നത്. ഈ ഡീഫൾട്ട് ഷെയ്ഡിംഗ് നമുക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, എഡ്ജ്ഡ് ഫേസ് എന്ന് മാറ്റുക. അപ്പോൾ നമുക്ക് എഡ്ജ്ഡ് ഫേസ് വന്നത് കാണാം. വയർ ഫ്രെയിം കണ്ടോ, F3 ആണ് ഷോർട്ട് കീ. വയർ ഫ്രെയിമിൽ നിന്ന് നമുക്ക് എഡ്ജ്ഡ് ഫേസിലേക്ക് നേരിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഡീഫൾട്ട് ഷെയ്ഡിലേക്ക് മാറ്റുക. അതിനുശേഷം എഡ്ജ്ഡ് ഫേസിലേക്ക് മാറ്റുക. F3, F4 ആണ് ഇതിന്റെ ഷോർട്ട് കീസ്. ഇനി നമുക്ക് ബോക്സ് യൂസ് ചെയ്തിട്ട് ക്യൂബ് മെത്തേഡ് വരയ്ക്കാം. ക്യൂബ് മെത്തേഡിലാകുമ്പോൾ നമുക്ക് കീബോർഡ് എൻട്രി യൂസ് ചെയ്യാം. അതിൽ കീബോർഡ് എൻട്രി ആകുമ്പോൾ കീബോർഡ് എൻട്രി കൊടുത്തു, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസിൽ ഇതിൽ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റിൽ ഒരു ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. കാരണം അതിൽ ക്യൂബ് മെത്തേഡാണ്. അപ്പോൾ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് മറ്റ് 2 ഓപ്ഷനുകൾ ഡിസേബിൾ ആയിട്ട് ഉള്ളത്. ഈ ബോക്സ് ഞാൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 3 ഓപ്ഷനും വരയ്ക്കാൻ പറ്റും. അപ്പോൾ ലെങ്ത് എത്രയാണ് വേണ്ടത് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
ഞങ്ങൾക്ക് ഡൗണിലേക്ക് പോകണമെങ്കിൽ ഡൗൺ ആരോ കൊടുത്താൽ മതി. ഇപ്പോൾ കീബോർഡിൽ ഡൗൺ ആരോ കൊടുക്കുക, പ്രസ് ചെയ്യുക, വീണ്ടും ഡൗൺ കൊടുക്കുക, പ്രസ് ചെയ്യുക. XYZ മാറ്റം വേണ്ടെങ്കിൽ അവിടെ അങ്ങനെ കൊടുക്കുക, ക്രിയേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരിട്ട് ക്യൂബ് വന്ന് കാണാം. ക്യൂബ് അല്ല, ബോക്സ് ആണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ആ ബോക്സ് വന്ന് കാണാം. അപ്പം എത്ര വലിയ ബോക്സ് ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ബോക്സ് അങ്ങനെ കളേർഡ് ആയിട്ട് വരയ്ക്കാം, അതാണ് നോക്കുന്നത്. ഞാൻ ആദ്യം ഒരു ബോക്സ് എടുത്തു, എന്നിട്ട് ഞാനൊരു ബോക്സ് വരച്ചു. അപ്പോൾ ഈ ബോക്സിന്റെ കളറ് വേറൊരു കളറാണ്. ഞാൻ വേറൊരു ബോക്സ് വരയ്ക്കുകയാണ്. അടുത്ത ബോക്സ് വരച്ചു, അതിന്റെ കളർ വേറൊരു കളർ. ഇനി വീണ്ടും ഒരു ബോക്സ് വരച്ചു, അതിന്റെ കളർ വേറൊരു കളർ. ഇങ്ങനെ വരാൻ കാരണം നമ്മുടെ ഈ കളറിന്റെ സെറ്റിംഗ് ഉണ്ട്. കളറിന്റെ സെറ്റിംഗിൽ അസൈൻ ടു റാൻഡം കളറാണ് നമ്മൾ ടിക്ക് ഓൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അസൈൻ ടു റാൻഡം കളറിന് പകരം ടിക്ക് ഓഫ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഇനി വരയ്ക്കുന്നതിനൊക്കെ സെയിം കളറായിരിക്കും. ബോക്സ് വരച്ചു, അടുത്ത ബോക്സ് വരച്ചു, സെയിം കളറായിരിക്കും ഇനി വരയ്ക്കുന്നതിനൊക്കെ. അതാണ് ആ ടിക്ക് ഓൺ ഓഫ് കൊടുത്തുള്ള വ്യത്യാസം. നമുക്ക് കളർ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ കളർ ടിക്ക് ഓൺ ചെയ്യുക. അതിനുശേഷം 3ds Max Palette ആണ് ഓൾറെഡി ഡീഫോൾട്ട് ആയിട്ടുള്ള ഓപ്ഷൻ. നിങ്ങൾക്ക് കൂടുതൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് കളേഴ്സ് കിട്ടണമെങ്കിൽ AutoCAD ACI Palette ക്ലിക്ക് ചെയ്യുക. കുറച്ചുകൂടി മോർ ഓപ്ഷൻസ് കിട്ടുന്നത് കാണാം. 3ds Max Palette നമുക്ക് കസ്റ്റം കളർ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് ബോക്സിലാണ് രണ്ട് കളർ ആഡ് ചെയ്തിട്ടുള്ളത്. തേർഡ് ബോക്സിൽ കസ്റ്റം കളർ ആഡ് ചെയ്യണമെങ്കിൽ തേർഡ് ബോക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് കസ്റ്റം കളേഴ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബോക്സ് വരുന്നത് കാണാം. നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ ക്ലിക്ക് ചെയ്യുക, ആഡ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ഓൺ കൊടുക്കുക. അപ്പം മൂന്നാമത്തെ കളർ ആ കളറായിട്ട് വന്നത് കാണാം. അതിനുശേഷം ജസ്റ്റ് ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ വന്ന് കാണാം. അപ്പോൾ ഈ ഒബ്ജക്റ്റിന് ഈ കളറാണ്. ഇനി നിങ്ങൾ അടുത്തൊരു ബോക്സ് വരയ്ക്കുകയാണ് വിചാരിക്കുക, അപ്പോൾ ആ കളറിന് വരിക. നമ്മൾ മറ്റേ ടിക്ക് ഓഫ് കൊടുത്തിട്ടില്ല, ആ ടിക്ക് ഓഫ് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അസൈൻ റാൻഡം കളേഴ്സ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ടിക്ക് ഓഫ് ചെയ്തുകൊണ്ടാണ് സെയിം കളർ. അസൈൻ റാൻഡം കളർ, അതായത് ഓരോ ബോക്സ് ഓരോ ഷേപ്പ് വരയ്ക്കുമ്പോൾ പുതിയ കളർ റാൻഡം ആയിട്ട് അസസ് ചെയ്യുക. അതിനാണ് ഈ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ കുറച്ച് സ്പ്ലൈൻ ഒബ്ജക്റ്റുകൾ വരച്ചു വരയ്ക്കുക. സ്പ്ലൈൻ അതായത് ലൈൻ വരച്ചു കൊടുത്തു, എസ്കേപ്പ് കൊടുത്തു, സർക്കിൾ എടുത്തു, വരച്ചു, എസ്കേപ്പ് കൊടുത്തു, റെക്ടാങ്കിൾ എടുത്തു, വരച്ചു, എസ്കേപ്പ് കൊടുത്തു. ഇനി ഈ വ്യൂ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് Alt+W കൊടുത്തു, സെപ്പറേറ്റ് ഓൺ ആക്കാം. ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓൾ ആണ് സെലക്ട് ആവുക. ഞാനിപ്പോൾ ഇവിടെ ഓൾ ഓപ്ഷൻ ആണ് കൊടുക്കുന്നത്. ഇതാണ് സെലക്ഷൻ ഫില്ലർ. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും Ctrl+A കൊടുത്താൽ. ഇനി ഓളിന് പകരം ഞാൻ ജോമെട്രി മാത്രം കൊടുക്കുകയാണെങ്കിൽ ജോമെട്രി ഷേപ്പ് മാത്രമായിരിക്കും ഞാൻ സെലക്ട് ചെയ്യാൻ കണ്ട. സെലക്ട് ചെയ്യുമ്പോൾ ജോമെട്രി ഷേപ്പ് മാത്രം സെലക്ട് ചെയ്യാൻ പറ്റില്ല. ജോമെട്രിക്ക് പകരം ഷേപ്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇനി ജോമെട്രി സെലക്ട് ചെയ്യാൻ പറ്റില്ല, ഷേപ്സ് മാത്രമാണ് സെലക്ട് ചെയ്യാൻ പറ്റുക. ഇവിടെയുള്ള ഇതേ ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെയുള്ള ഈ ഓപ്ഷൻസും. ജോമെട്രി, ഷേപ്സ്, ലൈറ്റ്സ് സെയിം ഓപ്ഷൻസ് തന്നെയാണ്. അതാണ് സെലക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ്. അതായത് ഇവിടെ കണ്ട നമുക്ക് സെലക്ഷൻ ഫിൽറ്റർ ആണ് ഇത്. അത് വെച്ച് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അൺഡു ചെയ്യാനുള്ളത് Ctrl+Z. നമ്മൾ കുറേ എണ്ണം വരച്ചു കഴിഞ്ഞിട്ട് അൺഡു കുറേ എണ്ണം ഒറ്റയടിക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര എണ്ണം ലാസ്റ്റത്തെ ഓപ്ഷൻ ഒരുമിച്ച് അൺഡു ചെയ്യണമെങ്കിൽ അൺഡു കൊടുക്കുക, ജസ്റ്റ് അൺഡു കൊടുക്കുക. അപ്പോൾ നമ്മൾ വരച്ച് കുറേ എണ്ണം പോയി. ഇനി റീഡ് കൊടുക്കണമെങ്കിൽ Ctrl+Y ആണ് ഓപ്ഷൻ. ഒറ്റയടിക്ക് കുറേ എണ്ണം ചെയ്യണമെങ്കിൽ ചെയ്തത് മൊത്തം റീഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, റീഡ് ചെയ്യുക. നമ്മൾ വരച്ചൊക്കെ വീണ്ടും തിരിച്ചു കിട്ടും. ഞാൻ കണക്ഷൻ സെലക്ട് ആൻഡ് ലിങ്ക് പറഞ്ഞാൽ നമ്മൾ ചൈൽഡ് ആൻഡ് പാരന്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ഓപ്ഷനാണ്. അതായത് ഞാനിപ്പോൾ സെലക്ട് ആൻഡ് ലിങ്ക് കൊടുത്തു. ഈ ഒബ്ജക്റ്റ് ഇതാണ് ചൈൽഡ്. ഞാൻ ഈ ചൈൽഡിനെ ഇതിലേക്കാണ് കണക്ട് ചെയ്യുന്നത്, പാരന്റ്. ഇനി നമുക്ക് പാരന്റിൽ ഉണ്ടാവുന്ന എന്ത് മാറ്റവും ചൈൽഡിൽ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ പാരന്റ് എടുത്തു, സ്കെയിൽ ചെയ്യാണ്. സ്കെയിൽ ചെയ്യുമ്പോൾ ചൈൽഡും കൂടി വ്യത്യാസം വരും. പക്ഷെ നമ്മുടെ ചൈൽഡിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അത് പാരന്റിലേക്ക് വരില്ല, കാരണം അത് സെപ്പറേറ്റ് മാറ്റാൻ പറ്റും. ഈ ലിങ്ക് കളയണമെങ്കിൽ ഈ രണ്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. രണ്ടിന്റെ ലിങ്ക് കളയണമെങ്കിൽ ജസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം അൺലിങ്ക് സെലക്ഷൻ കൊടുത്താൽ ആ ലിങ്ക് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് അൺഡു റീഡുവിന്റെ ഓപ്ഷൻസ്, അൺഡു എത്ര തവണ ചെയ്യണം ആ ഓപ്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കസ്റ്റമൈസിൽ പ്രിഫറൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബോക്സ് വരുന്നത് കാണാം.
അൺഡു ചെയ്യാനുള്ള ഓപ്ഷൻസ് 20 ആണ്. നിങ്ങൾക്ക് കൂടുതൽ അൺഡു ചെയ്യണമെങ്കിൽ ഒരു 50, 100, 40 എത്ര വെച്ച് ചെയ്യണമെങ്കിൽ അവിടെ 14 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അത്രയും തവണ അൺഡു ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് ഓക്കെ എന്ന് കൊടുക്കുക. ഇത്രയല്ലോ ഈ ക്ലാസ്സിൽ. ബാക്കി നമുക്ക് അടുത്തതിൽ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.